നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് 4 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. അലോഹ, CSMA, CSMA-CD, CSMA-CA. ഈ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസ് നമുക്ക് 3 കാറ്റഗറീസാണ് പഠിക്കാനായിട്ടുള്ളത്. റാൻഡം ആക്സസ്, കൺട്രോൾഡ് ആക്സസ്, ചാനലൈസേഷൻ. റാൻഡം ആക്സസ് ഓൾറെഡി കവേർഡ് ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു സ്റ്റേഷന് ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം അയക്കാനായിട്ട്, ഡാറ്റ അയക്കാനായിട്ട്. ഏത് സ്റ്റേഷനാണോ റൈറ്റ് ഉള്ളത് ആ സ്റ്റേഷന് മാത്രമാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള സ്റ്റേഷൻസിൽ നിന്നുള്ള ഓതറൈസേഷൻ അല്ലെങ്കിൽ അതിന് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ അയക്കാൻ പറ്റില്ല. ആ സ്റ്റേഷൻസ് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇത് 3 കാറ്റഗറിയാണ് നമുക്കുള്ളത്. ത്രീ ടൈപ്സ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടൈപ്സാണ് കാണിച്ചിരിക്കുന്നത്: റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്. ഇത് 3 3 ടൈപ്സ് ഓഫ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്. റിസർവേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത്. റിസർവേഷനിൽ ഒരു സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ സ്റ്റേഷൻ റിസർവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടൈമിനെ പല ഇൻ്റർവെൽസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ ഡാറ്റ അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒരു റിസർവേഷൻ ഫ്രെയിം അയക്കും. ആ റിസർവേഷൻ ഫ്രെയിമിൽ എങ്ങനെയാണോ ഡാറ്റ സെൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിലുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ സെൻഡേഴ്സും ഡാറ്റ ഇൻ്റർവെല്ലിൽ സെൻഡ് ചെയ്യുന്നത്. റിസർവേഷൻ ഫ്രെയിം അയക്കുമ്പോൾ നമ്മൾ റിസർവേഷൻ ഫ്രെയിമിൽ കുറേ മിനി സ്ലോട്ട്സ് ഉണ്ടാവും. അതായത് എത്ര സ്റ്റേഷൻസ് ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് മിനി സ്ലോട്ട്സ് ഉണ്ടാവുക. ഇപ്പോൾ n നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് മിനി സ്ലോട്ട്സ് ഉണ്ടാവും. ഓരോ സ്റ്റേഷനും എന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് മിനി സ്ലോട്ടിൽ റിസർവേഷൻ മേക്ക് ചെയ്യണം ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട്. റിസർവേഷൻ ആക്സസ് മെത്തേഡിൽ ഡാറ്റ സെൻഡിങ് പ്രോസസ്സിൻ്റെ ഒരു ഇമേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു റിസർവേഷൻ ഫ്രെയിമാണ് ആദ്യം പോവുക, അത് കഴിഞ്ഞിട്ടായിരിക്കും ഡാറ്റ പോകുന്നത് ഓരോ ഇൻ്റർവെല്ലിലും. അപ്പോൾ ഈ ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക, ഫസ്റ്റ് ഒരു റിസർവേഷൻ ഫ്രെയിം പോകുന്നുണ്ട്. അപ്പോൾ ആ ഫ്രെയിമിൽ ഇപ്പോൾ ഈ ഫിഗർ അനുസരിച്ചിട്ട് 5 സ്റ്റേഷൻസാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 സ്റ്റേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്ത് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേഷനാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ആ സ്റ്റേഷൻ്റെ സ്ലോട്ടിൽ 1 ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. ഡാറ്റ സെൻഡ് ചെയ്യാത്ത സ്റ്റേഷൻസ് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നോക്കി, ഫസ്റ്റത്തെ റിസർവേഷൻ ഫ്രെയിമിൽ 1 3 4 ഈ 3 സ്ലോട്ടിലും എന്താണ് 1 ആണ് കാണിച്ചിരിക്കുന്നത്. 2ഉം 5ഉം 0. സോ അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സ്റ്റേഷൻസ് ഏതൊക്കെയായിരിക്കും? 1 3 4. ദെൻ അടുത്ത റിസർവേഷൻ ഫ്രെയിമിൻ്റെ പുറകെ തന്നെ ഡാറ്റ കാണിച്ചിട്ടുണ്ട്. ഡാറ്റ സ്റ്റേഷൻ 1ൻ്റെ ഡാറ്റ, സ്റ്റേഷൻ 3യുടെ ഡാറ്റ, സ്റ്റേഷൻ 4ൻ്റെ ഡാറ്റ. അപ്പോൾ ആ ഇൻ്റർവെല്ല് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ 3 സ്റ്റേഷൻസ് ഡാറ്റ സെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ തുടങ്ങുമ്പോഴേക്കും ആദ്യം റിസർവേഷൻ ഫ്രെയിം വരും. അപ്പോൾ റിസർവേഷൻ ഫ്രെയിം നോക്കിയേ, 1 2 3 4 5 എന്ന് പറഞ്ഞ റിസർവേഷൻ ഫ്രെയിമിൽ 1ൻ്റെ പോർഷനിൽ മാത്രമാണ് 1 ഉള്ളത്. അപ്പോൾ സ്റ്റേഷൻ 1 മാത്രമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ്, അപ്പോൾ ആ ഇൻ്റർവെൽ അവിടെ തീർന്നു, കാരണം ബാക്കിയുള്ള സ്റ്റേഷൻസൊക്കെ 0 ആണ്. ഇനി നെക്സ്റ്റ് ഇൻ്റർവെല്ല് തുടങ്ങുന്നതിന് മുമ്പ് റിസർവേഷൻ ഫ്രെയിം വരും. അപ്പോൾ ആ റിസർവേഷൻ ഫ്രെയിമിൽ കൊടുത്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ്, ആ സ്ലോട്ടിലുള്ള ഡാറ്റ അനുസരിച്ചിട്ടാണ് ഏതൊക്കെ സ്റ്റേഷൻസിൻ്റെ ഡാറ്റ വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസിലെ സെക്കൻഡ് ടൈപ്പാണ് പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിങ്ങിൽ ഒരു ഡിവൈസ് പ്രൈമറി സ്റ്റേഷനായിരിക്കും, ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി സ്റ്റേഷനായിരിക്കും. എല്ലാ ഡാറ്റ എക്സ്ചേഞ്ചസും നടക്കുന്നത് പ്രൈമറി ഡിവൈസിൽ കൂടി ആയിരിക്കും. പ്രൈമറി ഡിവൈസാണ് മീഡിയം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പ്രൈമറി ഡിവൈസിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡറി ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്.
പോളിങ്ങിൽ നമ്മൾ 2 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പോൾ ഫങ്ഷനും സെലക്ട് ഫങ്ഷനും. പ്രൈമറി ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓരോ സെക്കൻഡറി ഡിവൈസസിനോടും എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് പോൾ ഫങ്ഷൻ. ഓക്കെ, പ്രൈമറി ഡിവൈസ് റിസീവിങ് ടൈമിങ്ങിൽ സെക്കൻഡറി ഡിവൈസിനോട് ഡാറ്റ ഉണ്ടോ, ഇനി ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് പോൾ ഫങ്ഷൻ. അതുപോലെ തന്നെ പ്രൈമറി ഡിവൈസിന് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി ഡിവൈസിനോട് അത് റെഡി ആവാൻ പറയണം, ഈ ഡാറ്റ പ്രൈമറി അയക്കുന്ന ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട്. അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് സെലക്ട് ഫങ്ഷൻ. അപ്പോൾ പോൾ ഫങ്ഷനും സെലക്ട് ഫങ്ഷനുമാണ് നമ്മൾ ഇതിനകത്ത് പോളിംഗ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിൽ യൂസ് ചെയ്യുന്നത്. സെലക്ട് ആൻഡ് പോൾ ഫങ്ഷൻസിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നോക്കി, ഒരു പ്രൈമറി സ്റ്റേഷൻ ഉണ്ട്. ആ പ്രൈമറി സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന 2 സെക്കൻഡറി സ്റ്റേഷൻസാണ് എയും ബിയും. അപ്പോൾ ആദ്യം പ്രൈമറി സ്റ്റേഷൻ സെലക്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും റിസീവ് ചെയ്യാനായിട്ട് സെക്കൻഡറി സ്റ്റേഷൻസിനോട് പറയാനായിട്ടാണ് സെലക്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻ സെലക്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ സെൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റേഷനിൽ നിന്ന് എന്ത് വരണം, അക്നോളജ്മെൻറ്റ് വരണം, ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ടുള്ള അക്നോളജ്മെൻറ്റ് വരണം. അങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി സ്റ്റേഷൻ എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യും. ആ ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സ്റ്റേഷൻ, ഇവിടെ ബി ആണ് റിസീവ് ചെയ്യുന്നത്, അപ്പോൾ ബി എന്ന് പറഞ്ഞ സെക്കൻഡറി സ്റ്റേഷൻ ഡാറ്റ റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോർഷൻ നമ്മളുടെ ഫിഗറിലുള്ളത്. ഇനി സെക്കൻഡ് പോർഷനിൽ പോൾ ഫങ്ഷനാണ്, അതായത് റൈറ്റ് സൈഡാണ് പോൾ ഫങ്ഷൻ. അപ്പോൾ പോൾ ഫങ്ഷൻ എന്താണ്, പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഡിവൈസിന് പ്രൈമറിയിലേക്ക് എന്തെങ്കിലും ഡാറ്റ അയക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് പോൾ ഫങ്ഷൻ. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് ഒരു പോൾ ഫങ്ഷൻ ഡാറ്റാസ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നല്ല, ഇത് നമ്മൾ 2 സ്റ്റേഷനിലേക്കും അയക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റേഷനിലേക്ക് അയക്കുമ്പോൾ NAK, അതായത് നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് വരുന്നത്, ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല സെൻഡ് ചെയ്യാനെന്നുള്ള നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് വരുന്നത്. ഇനി ബി എന്ന് പറഞ്ഞ സെക്കൻഡറി സ്റ്റേഷനിലേക്ക് അയക്കുമ്പോൾ നോക്കിയേ, പോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അയക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡാറ്റ കിട്ടുന്നുണ്ട്. അതായത് ബിയിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ ബി റെഡി ആയിരുന്നു. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻ പോൾ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ അയക്കുമ്പോൾ അതിന് തിരിച്ച് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ദെൻ പ്രൈമറി സ്റ്റേഷൻ ഡാറ്റ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അക്നോളജ്മെൻറ്റ് ബിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത്രയാണ് ഫിഗറിലുള്ളത്. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളിൽ തേർഡ് പ്രോട്ടോക്കോളാണ് ടോക്കൺ പാസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റേഷൻസ് എല്ലാം നമ്മളൊരു റിങ്ങിൽ, ഒരു ലോജിക്കൽ റിങ്ങിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഓരോ സ്റ്റേഷനും എന്തുണ്ടാവും, ഒരു പ്രെഡിസസറും ഉണ്ടാവും, ഒരു സക്സസറും ഉണ്ടാവും. അതായത് അതിന് മുമ്പുള്ള ഒരു സ്റ്റേഷനും ഉണ്ടാവും, അത് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേഷനും ഉണ്ടാവും. ഇനി ഈ ഓരോ സ്റ്റേഷനിൽ കൂടിയും ഒരു സ്പെഷ്യൽ പാക്കറ്റ്, ടോക്കൺ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പാക്കറ്റ് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആരുടെ കയ്യിലാണോ ഈ സ്പെഷ്യൽ പാക്കറ്റ് അല്ലെങ്കിൽ ടോക്കൺ ഉള്ളത്, ആ ഇതിനായിരിക്കും, ആ സ്റ്റേഷനിലായിരിക്കും ചാനൽ ആക്സസ് ചെയ്യാനും ഡേറ്റ സെൻഡ് ചെയ്യാനുമുള്ള റൈറ്റ് ഉള്ളത്. അപ്പോൾ ടോക്കൺ പൊസസ് ചെയ്യുന്ന സ്റ്റേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ സ്റ്റേഷൻസ് എന്ത് ചെയ്യണം, ഈ ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രെഡസസർ സ്റ്റേഷനിൽ നിന്ന് കറണ്ട് സ്റ്റേഷനിലേക്ക്, പിന്നെ കറണ്ട് സ്റ്റേഷനിൽ നിന്ന് സക്സസറിലേക്ക്, അങ്ങനെയാണ് ഈ ടോക്കൺ പാസ് ചെയ്യുന്നത്. ടോക്കൺ പാസിങ്ങിൽ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റേഷന് സെൻഡ് ചെയ്യാനുള്ള ഡേറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ കിട്ടിയിട്ട് കാര്യമില്ല, അതെന്ത് ചെയ്യണം, ടോക്കൺ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ടോക്കൺ അതിന് മുമ്പത്തെ സ്റ്റേഷനിൽ നിന്ന്, അതായത് പ്രെഡസസറിൽ നിന്നാണ് കിട്ടുന്നത്. പ്രെഡസസറിൽ നിന്ന് ടോക്കൺ കിട്ടുന്നത് വരെ ഡേറ്റ സെൻഡ് ചെയ്യാനുള്ള സ്റ്റേഷൻ വെയിറ്റ് ചെയ്യാം. ഇനി വൺസ് അതിന് ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ടോക്കൺ അത് ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഡേറ്റ സെൻഡിങ് കഴിയുമ്പോൾ, ആ ഡേറ്റ സെൻഡിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഡേറ്റ ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ ടോക്കൺ റിലീസ് ചെയ്തിട്ട് അടുത്ത സ്റ്റേഷനിൽ, ലോജിക്കൽ റിങ്ങിലുള്ള നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണോ അതിനകത്ത് പാസ് ചെയ്യാം.
ഇനി ഈ സ്റ്റേഷന് ഇപ്പോൾ വൺസ് ടോക്കൺ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷന് വീണ്ടും ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് അടുത്ത ഒരു റിങ്ങിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് റൗണ്ട് ടോക്കൺ പാസ് ചെയ്ത് ആ സ്റ്റേഷനിൽ എപ്പോഴാണോ വരുന്നത് അതുവരെ ആ സ്റ്റേഷൻ വെയിറ്റ് ചെയ്യണം ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി. ഇനി ഒരു ടോക്കൺ കിട്ടുന്ന സമയത്ത് ആ സ്റ്റേഷനിൽ ഇപ്പോൾ ഡേറ്റ ഒന്നും സെൻഡ് ചെയ്യാനില്ലെങ്കിൽ, ടോക്കൺ കയ്യിലുള്ള സ്റ്റേഷന് ഡേറ്റ ഒന്നും സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ടോക്കൺ പാസിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക്കൽ റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇപ്പോൾ കാണുന്ന ഫിഗർ. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് എ എന്ന് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ റിങ്. ഫിസിക്കൽ റിങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റേഷൻ അതിൻ്റെ സക്സസറിന് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ വേറെ സ്റ്റേഷൻസിനും അത് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്റ്റേഷൻ എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക്, അതായത് സക്സസറിലേക്ക് ടോക്കൺ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ടോക്കണിന് നെക്സ്റ്റ് സക്സസറുടെ ഒരു അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ലിങ്ക്, അതായത് അഡ്ജസൻറ്റ് സ്റ്റേഷൻസ് തമ്മിലുള്ള എന്തെങ്കിലും ലിങ്ക് ഫെയിലിയർ ആവുകയാണെങ്കിൽ എൻ്റയർ സിസ്റ്റം ഫെയിലിയർ ആയി പോകും. അതാണ് ഫിസിക്കൽ റിങ്. ഇനി നെക്സ്റ്റ് ഡ്യുവൽ റിങ്, ബിയിൽ ഡ്യുവൽ റിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിഗറിൽ തന്നെ കാണാം, 2 റിങ് ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിലറി റിങ്ങും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിലറി റിങ് നമ്മളുടെ നോർമൽ റിങ്ങിൻ്റെ റിവേഴ്സ് ഡിറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സെക്കൻഡ് റിങ് യൂസ് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ഫെയിലർ, അതായത് ഏതെങ്കിലും ഒരു ലിങ്ക് ഫെയിലർ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഈ 2 റിങ്ങും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ടെമ്പററി റിങ് ഫോം ചെയ്യും. അപ്പോൾ ഇനി ഈ ഫെയിലായ ലിങ്ക് റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഓക്സിലറി റിങ്, അതായത് സെക്കൻഡ് റിങ് അത് ഐഡിയലായിട്ട് തന്നെ ഇരിക്കും. ഫസ്റ്റ് റിങ്ങിലായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബസ് റിംഗ് ടോപ്പോളജിയാണ്, തേർഡ് വൺ, സി എന്ന് കാണിച്ചേക്കുന്ന ബസ് റിംഗ് ടോപ്പോളജിയാണ്. അപ്പോൾ ഇതിനകത്ത് കാണാം ഒരു സിംഗിൾ കേബിളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേഷൻസും ഒരു സിംഗിൾ കേബിളിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേഷനും സക്സസറിൻ്റെ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അപ്പം ഓരോ സ്റ്റേഷനും ഡാറ്റ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ടോക്കൺ റിലീസ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റേഷൻ്റെ അഡ്രസ്സ് ടോക്കണിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ബസ് റിങ് നടക്കുന്നത്. ഇനി സ്റ്റാർ റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോപ്പോളജി എന്ന് പറയുന്നത് സ്റ്റാറാണ്. അതായത് ഇതിന് നടുക്കൊരു ഹബ്ബുണ്ട്. ഈ ഫിഗറിൽ കാണാം 4th വൺ, ഡി സ്റ്റാർ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഹബ്ബുണ്ട്. അപ്പോൾ ഈ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു കണക്ടർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേഷനും ഹബ്ബിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്റ്റേഷൻ, ഇപ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഫെയിലായാലും 2ഉം 3ഉം 4ഉം വർക്ക് ചെയ്യും. കാരണം ഹബ്ബ് വഴിയല്ലേ ഡാറ്റ പാസ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. അപ്പോൾ 2ഉം 3ഉം 4ഉം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാർ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇത്രയാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നത്.